അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വറളിയല്ലാഹു അമ്മാ ബഅദ്. സ്വന്തമായൊരു വീടും മുറ്റവും ഓരോ മനുഷ്യന്റെയും ഹൃദയ കൽപ്പനയാണ്. പ്രശസ്തനായ ഹിന്ദി കവി പ്രദീപിന്റെ ചില വരികളെയാണ് ഞാൻ ഉദ്ധരിച്ചത്. മാന്യ ശ്രോതാക്കളെ, ബുൾഡോസർ രാജ് തകർക്കപ്പെടുന്നത് വെറും കെട്ടിടങ്ങളല്ല എന്നതാണ് എൻ്റെ പ്രതിപാദ്യ വിഷയം. സമകാലികമായി സ്വതന്ത്ര ഇന്ത്യ ഒരുപാട് മുറിവുകൾക്ക് ഇരയായിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ നാനാഭാഗവും നിലവിളികൾക്ക് സാക്ഷിയാവുകയാണ്. ഇവിടെയാണ് ബുൾഡോസർ എന്ന് പറയുന്ന ഒരു യാന്ത്രിക നാമത്തെ നമുക്ക് മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങൾ വഴി കേൾക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഭൂപേന്ദ്രഭായ് പട്ടേലും യോഗി ആദിത്യനാഥും ശിവരാജ് സിംഗ് ചൗഹാനും അടങ്ങുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെ നമുക്ക് ചർച്ചയാവുന്നത്. സുഹൃത്തെ, എന്താണ് ബുൾഡോസർ രാജ്? അതുകൊണ്ട് എന്താണ് ഭരണകർത്താക്കൾ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ശിക്ഷ നടപ്പാക്കേണ്ടതുണ്ട്. കുറ്റാരോപിതർക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്നതിന് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കുറ്റം തെളിഞ്ഞാൽ തന്നെ ഇവിടെ ശിക്ഷ നടപ്പാക്കാൻ നിലവിൽ കോടതിയുമുണ്ട്. എന്നാൽ ഇന്ന് നിയമപരമായ നടപടികളൊന്നുമില്ലാതെ ഭരണകൂടം അവരുടെ ഉദ്യോഗസ്ഥരും കൂടി ഇവിടെ സ്വയം കോടതി ചമയുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വത്സരങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കേവലം ഒരു യന്ത്രമായിട്ടല്ല ബുൾഡോസർ പ്രവർത്തിക്കുന്നത്, മറിച്ച് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്ന വംശീയ ഉന്മൂലന ആയുധമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കേവർക്കും അറിയുന്നത് പോലെ തന്നെ 2017 മാർച്ചോടുകൂടെ യു പിയുടെ ഭരണമേറ്റെടുക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന തീവ്ര ചിന്താഗതിക്കാരൻ തന്റെ രാഷ്ട്രീയ ചെങ്കോലുകൊണ്ട്, അധികാര ചെങ്കോലുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെയും പറഞ്ഞ് ഭീതിപ്പെടുത്തിയിട്ടുണ്ടോ? തുടർന്ന് വർഷങ്ങൾ പിന്നിട്ട് ഇന്നേക്ക് 2024 ഇന്ത്യ എത്തി നിൽക്കുമ്പോൾ ഫ്രണ്ട് ലൈൻ മാഗസിൻ പോലത്തെ റിപ്പോർട്ടുകളെ പരിശോധിക്കുന്നവർക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും: 2 വർഷത്തിനിടെ 1.5 ലക്ഷം വീടുകളാണ് തകർക്കപ്പെട്ടത്. 7,38,000 പേർ അതിനെതിരെ ഭവനരഹിതരായിട്ടുണ്ട്. സ്വഭവനം നഷ്ടപ്പെട്ടുകൊണ്ട് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം ആയിരങ്ങളാണ് തെരുവോരങ്ങളിൽ അലയേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഈ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മുറിവുകൾക്ക് ആഴം കൂട്ടുകയാണ്. ഹൈവേ വിപുലീകരണം, പാല നിർമ്മാണം, സ്മാർട്ട് സിറ്റി പദ്ധതികൾ തുടങ്ങി അനേകം വികസന പദ്ധതികളെ ആവിഷ്കരിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ അധികൃതർ വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചിരുന്നതെങ്കിൽ ഇന്ന് കുറ്റാരോപിതർക്കെതിരായ ശിക്ഷാ നടപടിയായിട്ടാണ് ഭരണകൂടം അതിനെ കൊണ്ടാടുന്നത്. ഇവിടെ ഒരുപാട് അനീതിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന്റെ അടുക്കൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് 2024 ജീവിക്കുന്ന നമ്മളോട് ഭരണഘടനാ പ്രകാരം അനുച്ഛേദം 21 രാജ്യത്തിന്റെ ജനങ്ങൾക്ക് പാർപ്പിടത്തിനുള്ള അവകാശം വകവെച്ച് കൊടുക്കുമ്പോഴും കേവലം അനധികൃത കെട്ടിടമെന്നും കയ്യേറ്റമെന്നും ആരോപിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളോട് നമ്മുടെ വീടുകൾ തകർക്കാൻ സാധിക്കുന്നത്? അനീതിക്കെതിരെ നാം ശബ്ദിക്കേണ്ടതുണ്ട്. ഒരുപാട് പല വൈവിധ്യങ്ങളാർന്ന സംഘർഷങ്ങൾ സൃഷ്ടിച്ചവരാണ് ഇന്നത്തെ ഭരണകൂടം. സാക്ഷാൽ അംബേദ്കറെ പോലും തള്ളി പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ സാധിക്കണം. അതിന് ജുഡീഷ്യറിയുടെ വിധിയാണ് ഇവിടെ സ്വാധീനിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.